ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുട്ടനാടൻ സ്റ്റൈലിൽ നല്ല അടിപൊളി ഒരു താറാവ് കറിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് വളരെ പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ ആദ്യം തന്നെ 3 വള്ളി പച്ചക്കുരുമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. നമുക്കാദ്യം ഇതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം. ഇനി നമുക്ക് കട്ടിയുള്ളൊരു പാത്രം തീ വെച്ച് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊക്കെ പൊട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില, അതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇത്രയും ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 5 മീഡിയം സൈസ് സവോള ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് സവോള ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് നമ്മൾ ആദ്യമേ തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചക്കുരുമുളക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇവിടെ ക്യാമറ ഓഫ് ആയതുകൊണ്ട് എനിക്ക് നിങ്ങളെ അത് കാണിക്കാൻ പറ്റിയില്ല. അതിനുശേഷം വേണം നമ്മൾ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 4-5 പച്ചമുളക് കൂടെ ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതിന് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ മല്ലിപ്പൊടി 5 ടേബിൾ സ്പൂൺ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് കറിയിലേക്ക് ചേർക്കുന്ന മല്ലിപ്പൊടിയാണ്. അതുപോലെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇനി ഫ്രഷായിട്ട് പൊടിച്ച ഗരം മസാല 1 ടേബിൾ സ്പൂൺ. ഇത്രയും ചേർത്ത് നമുക്ക് തീ ഒന്ന് താത്തി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ഇത് നന്നായിട്ട് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1 ലിറ്റർ രണ്ടാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പം ഒരു മുഴുത്ത തേങ്ങയിൽ നിന്ന് പിഴിഞ്ഞെടുത്ത പാലാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് താറാവിറച്ചി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 2 കിലോ താറാവിറച്ചി വിത്ത് സ്കിന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇറച്ചിക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ സവോളയ്ക്കകത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കണക്കാക്കി ഇറച്ചിക്കകത്ത് ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് തിള കയറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പം വെള്ളം കുറവാണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് വെന്ത് വരുന്നോടം വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 45-50 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇറച്ചി കഷ്ണമൊക്കെ നന്നായിട്ട് ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി ഈ ഗ്രേവി ഒന്ന് കുറച്ചുകൂടി ഒന്ന് കുറുകി വരണം. എന്നിട്ട് വേണം നമുക്ക് ഇതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് തീ താത്തി വെച്ച് ഈ ഗ്രേവി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി കഷ്ണങ്ങളൊക്കെ വെന്ത് എല്ലാം പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാഷ്യൂനട്ട് പേസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ. അപ്പോൾ കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിതിലേക്ക് 2 കപ്പ് 1-ാം പാൽ ചേർത്ത് കൊടുക്കണം. ഗരം മസാല 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1.5 ടീസ്പൂൺ. ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ 1-ാം പാൽ ചേർക്കുന്നതിന് മുന്നേ നമുക്ക് ഈ തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് നേരം അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് വിളമ്പി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി താറാവ് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. നല്ല അടിപൊളി ഒരു താറാവ് കറി തന്നെയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.